ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന പരിശുദ്ധത്തിൻ്റെ എല്ലാ കാര്യങ്ങളും സ്തോത്രമർപ്പിക്കുന്നു. പരിശുദ്ധങ്ങളുടെ പാട്ടുകൾ പാടുവാൻ, പാരായണം ചെയ്യുവാൻ, വചനം ധ്യാനിക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ, തിരുവേശിക്കുവാൻ യോഗ്യരാകുന്നുള്ളൂ. പ്രത്യേക ഓരോ സമയവും കർത്താവിനോട് സംസാരിക്കണമേ. വചനമുടേതാണ്, ഞങ്ങളുടേതാണ്. വചനം എഴുതപ്പെട്ട മലയാളങ്ങളോട് ഒരുപാട് കഥകളുണ്ട്. സർവ്വമുന്നിലേക്ക് പ്രകടിപ്പിക്കുമ്പോൾ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കുമാറാകണമേ. എല്ലാവർക്കും ദൈവത്തിന്റെ പരിശുദ്ധനാമം വാഴ്ത്തപ്പെടുവാനാകട്ടെ. പ്രിയമുള്ളവരെ, ഈ പരിശുദ്ധ ദിനത്തിൽ അനുഗ്രഹമുള്ള ഈ കൂട്ടായ്മയുടെ നടുവിൽ നിങ്ങളോടൊപ്പമായിരിക്കുവാൻ സർവേശ്വരനായ ദൈവം എൻ്റെ ആയുസ്സിൻ്റെ നാളിൽ ഒരവസരം നൽകിയിരിക്കുന്നു. ഞാൻ ദൈവത്തിന് ഓടാനോട് സ്തോത്രം പറയുന്നു. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി വിശ്വാസ ജീവിത യാത്രയിൽ നിന്നുള്ള വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങളെ നമുക്ക് ഒരുമിച്ച് ധ്യാനിക്കുവാനുള്ള അവസരത്തെ ദൈവം എനിക്ക് നൽകി. പ്രത്യേകിച്ച് എന്നെ ഈ ശുശ്രൂഷയിലേക്ക് വളരെ സ്നേഹത്തോട് ക്ഷണിച്ച എൻ്റെ സുഹൃത്തും, എൻ്റെ ഒറ്റ സുഹൃത്തും, എൻ്റെ സഹോദരന്മാരിക്കുന്ന സിവിൽ സ്റ്റാൻഡ് അച്ഛനോടൊപ്പം ഒന്നുകൂടെ ഒരു കൂട്ടായ്മ നടത്താം. ഞങ്ങൾ ഒരുമിച്ച് 2015-19 കാലഘട്ടം ബാംഗ്ലൂർ യുണൈറ്റഡ് തിയോളജിക്കൽ കോളേജിൽ ഒരുമിച്ച് ഞങ്ങൾ അടുത്തിരുന്ന് പഠിക്കുവാനായിട്ട് സഹായിച്ചു. അങ്ങനെ വീണ്ടും ഒരു കൂട്ടായ്മ, ആരാധനയിലുള്ള കൂട്ടായ്മ നടത്തുവാൻ ദൈവം സഹായിച്ചു. വളരെ സ്നേഹത്തോട് ക്ഷണിക്കുകയും മുതൽ നല്ല രീതിയിലുള്ള ആതിഥ്യം നൽകി സ്നേഹത്തോടെ എന്നെ കരുതി. പ്രത്യേകിച്ച് അച്ഛനോടൊപ്പം അച്ഛമ്മ, മക്കൾ എല്ലാവരുമുള്ള നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ പല അമ്മമാരും കുടുംബാംഗങ്ങളൊക്കെ എനിക്ക് നന്നായി കരുതുകയും ആതിഥ്യം നൽകുകയും ഭക്ഷണ പ്രാർത്ഥനയൊക്കെ നൽകി സ്നേഹത്തോടെ നിർവചനയോടുകൂടെ എന്നെ സ്വീകരിച്ചു. പ്രത്യേകിച്ച് നല്ല രീതിയിൽ ആതിഥ്യം നൽകി. ഈ സഭയിലെ സഭാ സെക്രട്ടറി, കമ്മിറ്റി അംഗങ്ങളെ എല്ലാവരെയും പരിചയപ്പെടുവാനുള്ള സമയത്തൊന്നും ലഭ്യമായില്ല. എങ്കിലും കമ്മിറ്റി അംഗങ്ങളെ സംഘടനാപരമായ ശ്രുതിമധുരമായ ഗാനം ആലപിക്കുന്നത് വളരെ മനോഹരമാണ്, വളരെ ശക്തമാണ്. നമ്മുടെ കാര്യത്തിലെ പാട്ട് ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു. തീർച്ചയായിട്ടും നമ്മുടെ ശുശ്രൂഷകളെ ദൈവം നിങ്ങളെ മാതാപിതാക്കളെ, ജനങ്ങളെ സ്നേഹങ്ങളാക്കി സിവിലാസിന്റെ പപ്പ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ശുശ്രൂഷയിലേക്ക്, കൊച്ചുമക്കളെ എല്ലാവരും ഈ ശുശ്രൂഷയിലേക്ക് ഒന്നുകൂടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. എന്തായാലും നമ്മുടെ ചിന്താവിഷയം എന്തായാലും കഴിഞ്ഞ 2 ദിവസം നമ്മൾ ചിന്തിച്ചത് പ്രകാരമുള്ളൊരു വിഷയമായിരുന്നു വിശ്വാസ ജീവിത യാത്ര. തൊട്ട് മുൻപിൽ നമ്മളൊരു പാട്ട് പാടിയതേയുള്ളൂ. എന്താ പറയുന്നത്? മനമേ സ്വന്തമായിട്ട് പറയുകയാണ്, ഇത് സിയോൻ യാത്രയാണ്. അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്, സ്വർഗത്തിലേക്ക് നമ്മൾ പോയി മോക്ഷയാത്രയാണ്. ഈ യാത്രയിൽ എന്റെ മനസ്സെ നിനക്ക് എന്ത് വേണ്ട, എന്ത് വേണ്ടെന്നാണ് പറയുന്നത്? ഭയം വേണ്ട. പ്രിയമുള്ളവരെ, ഭയം വേണ്ട എങ്കിൽ വിശുദ്ധ വേദപുസ്തകത്തിൽ 365 പ്രാവശ്യം ഉപയോഗിച്ചിരിക്കുന്ന ഒരു വാക്കാണ് ഭയപ്പെടരുത്, ഭയപ്പെടരുത്, ഭയപ്പെടരുത്. യേശുനാഥൻ പല പ്രാവശ്യം പുനരുദ്ധാനം ചെയ്ത ശേഷം ശിഷ്യന്മാരാണെങ്കിലും പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം, ഭയപ്പെടരുത്, ഭ്രമിക്കുകയും അരുത്. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും പല പ്രാവശ്യം ആവർത്തിച്ച് കാണുന്ന ഒരു പദമാണ്. അങ്ങനെയാണെങ്കിൽ ഓരോ ദിവസവും ഒരു പ്രാവശ്യമെങ്കിലും ദൈവത്തിന്റെ വചനം നമ്മളോട് പറയുകയാണ്, മനമേ ഭയപ്പെടരുത്, നിങ്ങളാരും ഭയപ്പെട്ടു പോകരുത് എന്ന് ഇരിക്കുകയാണ് ദൈവത്തിന്റെ വചനം നമ്മളോട് പറയുകയാണ്. എന്നാൽ ഈ ലോകത്തിൽ നമ്മളെ ഭയപ്പെടുത്തുന്നുണ്ട് ചില കാര്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് നമ്മളെ ഭയപ്പെടുത്തി നമ്മുടെ യാത്രയെ, ഈ വിശ്വാസ ജീവിതത്തിന്റെ യാത്രയെ നമ്മളെ ഭയപ്പെടുത്തി പിറകിലോട്ട് വലിച്ചുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങൾ ഉള്ളതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം വീണ്ടും നമ്മൾ പറയുന്നത് എന്താണ്? ഭയപ്പെടുത്തി. കാരണം എന്താണ്? അബ്രഹാമിന്റെ ദൈവം, ഇസ്ഹാക്കിന്റെ ദൈവം, യാക്കോബിന്റെ ദൈവം, കാലാകാലം നമ്മുടെ തലമുറകളെ കാത്തുപരിപാലിച്ചുകൊണ്ടിരുന്ന ദൈവം നമ്മളെ തീർച്ചയായും കാത്തുപരിപാലിക്കും. നമ്മൾ ആദ്യ ദിവസം ചിന്തിച്ച പ്രകാരമായിരുന്നു ഒരു യാത്രയാകുമ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ നീങ്ങണം, ശ്രദ്ധിക്കണം. ഇതൊക്കെയാണ് നമ്മൾ ചിന്തിച്ചത്. ഒന്ന് നമുക്ക് ഓർത്തെടുക്കാമോ? അതിന് തുടർച്ചയായിട്ടാണ് ചില കാര്യങ്ങൾ മാത്രം ഓർമ്മപ്പെടുത്തി ഞാൻ വളരെ ദൈർഘ്യമുള്ള ചിന്തിക്കുന്നില്ല, അതിന്റെ ചിന്തനത്തിലേക്കൊന്നും പ്രവേശിക്കുന്നില്ല. 1-ാം ദിവസം നമ്മൾ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു ഒരു യാത്ര നമ്മൾ പോകുമ്പോൾ പ്രധാനമായിട്ട് 3 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇങ്ങോട്ട് പോകുന്നു, ആരോടൊപ്പം പോകുന്നു, എങ്ങനെ പോകുന്നു.
എങ്ങോട്ട് പോകുന്നു, ആരോടൊപ്പം പോകുന്നു, എങ്ങനെ പോകുന്നു? ഈ 3 ചോദ്യങ്ങൾ എന്താണ്? വളരെ ശ്രദ്ധേയമായ ചോദ്യങ്ങളാണ്. ആ ചോദ്യങ്ങൾക്കെല്ലാം നമ്മൾ എന്താണ് ഉത്തരം നൽകുവാനായിട്ട് ശ്രമിച്ചു. നമ്മൾ ആരോടൊപ്പം പോവുകയാണ്? ആരോടൊപ്പം പോകുന്നത്? നമ്മുടെ ഒപ്പം ആരുണ്ട്? നമ്മോടൊപ്പം ക്രിസ്തുവുണ്ട്. എങ്ങോട്ടാണ് പോകുന്നത്? മോക്ഷയാത്ര. എപ്പോഴുമാണ് സിയോൻ യാത്ര. എന്താണ് യാത്ര? സിയോൻ യാത്ര, മോക്ഷയാത്ര. ഈ യാത്രയിൽ നമ്മൾ ആയിരിക്കുന്നത് കുരിശിന്റെ പാതയാണ്. 2 കൊരിന്ത്യർ പുസ്തകം കൊടുക്കാം, നമ്മൾ വായിച്ചു വരുന്നത് തന്നെയാണ്. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 5-ാം അധ്യായം 7-ാമത്തെ വാക്യം പ്രകാരമാണ്. കാഴ്ചയാലല്ല വിശ്വാസത്താലല്ലേ നമ്മൾ യാത്ര ചെയ്യുന്നത്. നമ്മളെങ്ങനെയാണ് യാത്ര ചെയ്യുന്നത്? ഈ യാത്ര കാഴ്ചയുടെ യാത്രയല്ല, എന്താണ്? വിശ്വാസത്തോടുകൂടിയാണ് ചെയ്യുന്നത്. നമ്മൾ യാത്ര ചെയ്യുന്നത് എത്ര ദൂരം പോകുന്നു എന്നുള്ളതല്ല, എത്ര നീളത്തിൽ പോകുന്നതല്ല, എത്ര ആഴത്തിൽ പോകുന്നു. ഈ വിശ്വാസ ജീവിത യാത്രയിൽ ഞാൻ കാലമായി പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. പക്ഷേ ഈ യാത്രയിൽ എത്ര ആഴത്തിൽ എനിക്ക് ക്രിസ്തുവിനെ മനസ്സിലാക്കുവാൻ കഴിഞ്ഞു എന്നുള്ള ഒരു ചോദ്യമാണ് നിങ്ങൾ നമ്മുടെ മുമ്പിൽ. ഇതുപോലെ പ്രഥമ നിശ്ചയിൽ തന്നെ നമ്മുടെ മുമ്പിൽ വലിയൊരു സിംബലുണ്ട്, കുരിശ് അല്ലെ? പോകുന്നു കുരിശിന്റെ പാതയിൽ. ഇവിടെ പോകുന്നത് എന്താണ്? കുരിശിന്റെ പാതയിൽ. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് റോമൻ സാമ്രാജ്യം അവർ നടപ്പിലാക്കിക്കൊണ്ടിരുന്ന ഒരു ഹീനമായ പനിഷ്മെന്റിന്റെ സിസ്റ്റമായിരുന്നു. മനുഷ്യരെ എന്ത് ചെയ്യുക? തെറ്റ് ചെയ്യുന്ന മനുഷ്യരെ എന്ത് ചെയ്യുക? ക്രൂശിച്ചു കൊല്ലുക. പ്രിയമുള്ളവരെ, എന്നാൽ ചരിത്രത്തെ 2 ഭാഗമാക്കിയ ഒരു ക്രൂശീകരണം നടക്കുകയുണ്ടായിരുന്നു. എല്ലാവർക്കും അറിയാം, യേശുനാഥന്റെ ക്രൂശീകരണം. ഇന്ന് ക്രിസ്ത്യാനിറ്റി ഈ ക്രൂശിന്റെ മുമ്പിൽ ഇങ്ങനെ മുഴങ്കാലുകൾ നടത്തി നിൽക്കുന്നെങ്കിൽ ഈ ക്രൂശിനുണ്ട് വലിയൊരു അർത്ഥമാണ്. ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു, ദൈവമേ, ഈ ക്രൂശിലൂടെ അങ്ങ് എന്താണ് പഠിപ്പിക്കുന്നത്? എന്താണ് നമ്മൾ പഠിപ്പിക്കുന്നത്? ഈ ക്രൂശിലൂടെ എന്തുകൊണ്ടായിരിക്കും യേശു ഇങ്ങനെയുള്ള ഒരു മരണം എനിക്ക് വരാൻ ശ്രമിച്ചത്? ഈ ക്രൂശ് എന്താണ് നമ്മൾ പഠിപ്പിക്കുന്നത്? ഇതിനകത്തൊരു മാത്തമാറ്റിക്സ് ഉണ്ട് കേട്ടോ. ഈ ക്രൂശിനകത്ത് ഒരു സയൻസ് ഉണ്ട്. ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയായിരുന്നു. പ്രിയമുള്ളവരെ, എനിക്ക് വന്ന ദൈവം നൽകിയ ബോധ്യം ഇങ്ങനെയായിരുന്നു. ഈ ക്രൂശിനകത്തുണ്ട് 2 ബീംസ് ഉണ്ട്. അതുകൊണ്ട് 2 ബീംസ് ഉണ്ട്. 2 ദണ്ടുകളിലെ ഒന്നൊരു വെർട്ടിക്കൽ ദണ്ടും അടുത്തതെന്താണ്? ഒരു ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഒരു ദണ്ടുമാണ് അല്ലെ? ഈ 2 ദണ്ടുകളും ഈ 2 ബീംസും കൂടെ ചേരുമ്പോഴാണ് ചെയ്യുന്നത് ഒരു കുരിശം ചെയ്യുന്നത് രൂപപ്പെടുന്നത്. എന്താണ് ഈ വെർട്ടിക്കൽ ദണ്ടും ഈ ഹൊറിസോണ്ടൽ ദണ്ടും, അതായത് 2 ബീംസുകളും എന്താണ് പറഞ്ഞിരിക്കുന്നത്? ആത്യന്തികമായി ആത്മീയ തലത്തിൽ അവരെന്താണ് പഠിപ്പിക്കുന്നത്? ഒന്നാമത് നമ്മൾ നോക്കുമ്പോൾ വെർട്ടിക്കൽ ബീം പറയുന്നത് നെടുകയുള്ള ദണ്ട് നമ്മൾ എങ്ങനെയാണ് പഠിക്കുന്നത്? സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്കുള്ള ദൈവത്തിന്റെ യാത്ര. എന്താണ്? ഉയരമാണ്, ഹൈറ്റാണ് കാണിക്കുന്നത്. ഓക്കെ, ഈ കുരിശിലേക്ക് നോക്കി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ കുരിശിന്റെ ഹൈറ്റ് കാണിക്കുന്നത് എന്താണ്? അത് ഉയരങ്ങളാണ്, ഏറ്റവും ഹൈറ്റ് കാണിക്കുന്നത്. സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് ആരിറങ്ങി വന്നു? ദൈവം ഇറങ്ങി വന്നു. ഓക്കെ, സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് ആരെ സംബന്ധിക്കുവാൻ ഇറങ്ങി വന്നു? ദൈവം നമ്മെ സംബന്ധിക്കുവാനായിട്ട് ചെയ്തു. ദൈവം ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. അതായത് ദൈവവും മനുഷ്യനും തമ്മിലുള്ള അനുരഞ്ജനം. അതായത് ദൈവവും മനുഷ്യനും തമ്മിലുള്ള അനുരഞ്ജനത്തെ ഈ വെർട്ടിക്കൽ ബീമെന്തിയാണ് നമ്മൾ കാണുന്നത്. ദൈവവും മനുഷ്യനും, ദൈവവും മനുഷ്യനും അങ്ങ് ഉയരങ്ങളിൽ നിന്നും നമുക്ക് എത്തിപ്പെടാൻ കഴിയാത്ത മേഖലകളിൽ നിന്ന് എന്തിയാണ് ദൈവം വളരെ ആഴങ്ങളിലേക്ക് മനുഷ്യന്റെ ഈ ഭൂമിയിലേക്ക് യേശുനാഥനായി വന്നു. അങ്ങനെയാണ് എന്താണ് ഈ വെർട്ടിക്കൽ ബീമിന്റെ അർത്ഥം? എന്താണ്? മനുഷ്യനിൽ നിന്നും മനുഷ്യനിലേക്ക്. എന്താണ്? മനുഷ്യനിൽ നിന്നും മനുഷ്യനിലേക്കും നമുക്ക് ഉണ്ടാവണം ഒരു അനുരഞ്ജനം ഉണ്ടാകും. ഒന്നാമത് കാണുന്ന ആ ബീം കാണിക്കുന്നതാണ് ദൈവത്തിൽ നിന്നും മനുഷ്യനിലേക്കുള്ള അനുരഞ്ജനം, റീകൺസിലേഷൻ. അതോടൊപ്പം ഈ വെർട്ടിക്കൽ ഹൊറിസോണ്ടൽ ബീം കാണിക്കുന്നതാണ് മനുഷ്യനും തമ്മിലുള്ള അനുരഞ്ജനം. അപ്പോ മനുഷ്യനും ദൈവവും മനുഷ്യനും തമ്മിൽ ചേരുമ്പോൾ മാത്രമാണ് ചെയ്യുന്നത് ഈ ക്രൂശ് പൂർത്തീകരിക്കും. അവിടെ തീർന്നില്ല പ്രിയമുള്ളവരെ. ഈ 2 ദണ്ടുകളും ഇന്റർസെക്ട് ചെയ്യുന്ന ഒരു പോയിന്റല്ലോ. എന്താണ്? 2 ദണ്ടുകളും ഇന്റർസെക്ട് ചെയ്യുന്ന സെന്റർ ഒരു പോയിന്റ്. അവിടെയാണ് ആരെ കാണാൻ പറ്റുന്നത്? ക്രിസ്തുവിനെ കാണാൻ പറ്റുന്നത്. അവിടെയാണ് നമ്മൾ ആരെ കാണുന്നത്? ക്രിസ്തുവിനെ കാണുന്നത്. പ്രിയമുള്ളവരെ, നമുക്ക് വേണ്ടി, എനിക്ക് വേണ്ടി അവസാനം ഇന്നും വരെ ചൊല്ലിയ ക്രിസ്തുവിനെ നമ്മൾ കാണുന്നുണ്ടെങ്കിൽ ആ ദണ്ടിന്റെ, ആ ക്രൂശിന്റെ സെന്റർ ഭാഗം ഇന്റർസെക്ട് ചെയ്യുന്ന ആ ഭാഗം നമുക്ക് ആരെ കാണാൻ കഴിയണം? ക്രിസ്തുവിനെ കാണാൻ കഴിയണം. ദൈവവും മനുഷ്യനും തമ്മിലുള്ള അനുരഞ്ജനത്തെയും മനുഷ്യനും തമ്മിലുള്ള അനുരഞ്ജനത്തെയും ഒരുമിപ്പിക്കുവാൻ, ഈ ലോകത്തെ ഒന്നാക്കുവാൻ, ഈ ലോകത്തെ ദൈവത്തോട് ചേർന്ന് നിർത്തുവാൻ ശ്രമിച്ച നമ്മുടെ
യേശുനാഥന്റെ പാതയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ വിശ്വാസ ജീവിത യാത്രയിലാണ് ചെയ്യുന്നത് നമ്മൾ കൊണ്ടുപോകുന്നത്. പക്ഷെ കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചു, ഈ യാത്രയിൽ ഈ കുരിശിൽ നോക്കിക്കൊണ്ട് നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ബ്ലോക്സ് ഉണ്ടാവും, ചില ബ്ലോക്സ് ഉണ്ടാവും. നമ്മൾ എന്ത് ചെയ്യണമോ, ഈ ബ്ലോക്സിനെ, ഈ തടസ്സങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, ഓരോന്നായിട്ട് എടുത്ത് മാറ്റി ലക്ഷ്യം തെറ്റിക്കുന്ന ചില ബ്ലോക്സ് ഉണ്ട്. അതായത് പാപങ്ങൾ, നമ്മൾ അറിഞ്ഞും അറിയാതെയും ചെയ്യുന്ന പാപങ്ങൾ നമ്മുടെ മുമ്പിൽ തന്നെ എന്താണ് കിടക്കുകയാണ്, ഒരു ബ്ലോക്കായിട്ട് കിടക്കുകയാണ്. നാമും ദൈവമായിട്ട് അനുരഞ്ജനപ്പെടുന്നതിന് ഈ ബ്ലോക്സ് വലിയൊരു തടസ്സമാണ്. ഈ ബ്ലോക്സ് നമ്മൾ എന്ത് ചെയ്യണം, ഓരോന്നായിട്ട് എടുത്ത് മാറ്റേണ്ട ഒരു ആവശ്യകതയുണ്ട്. നമുക്കറിയാം, പാപം എന്ന പദത്തിന്റെ ഹീബ്രു പദത്തെ നമ്മൾ എന്താണ് ഇംഗ്ലീഷിലേക്ക് തന്നെ പദവിന്റെ പ്രകാരം തന്നെ വ്യാഖ്യാനിച്ചു കൊണ്ടുവന്നാൽ അർത്ഥം മിസ്സിംഗ് ദ മാർക്ക്. എന്താണ് മിസ്സിംഗ് ദ മാർക്ക്? അതായത് ലക്ഷ്യം തെറ്റിക്കുക. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒന്ന് ലക്ഷ്യം തെറ്റിക്കുന്നുണ്ടെങ്കിൽ അതെന്താണ്, പാപമാണ്. ക്രിസ്തീയ ജീവിത യാത്രയിൽ, വിശ്വാസ ജീവിത യാത്രയിൽ നമ്മുടെ ലക്ഷ്യത്തെ തെറ്റിക്കുന്ന എന്തെങ്കിലും എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അതാണ് പാപമാണ്. അപ്പൊ നമ്മൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കുക. നമുക്കറിയാം, പിള്ളേർ പറയാനുള്ള അച്ഛനാണ്, അതവൻ സാഹചര്യത്തിനനുസരിച്ച് വെച്ച് ഒരുപക്ഷെ ഇതിന്റെ പേര് പറയുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഓർമ്മ വരില്ല. എങ്കിലും ഒരു പാട്ടിന്റെ ഒരു പേര് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു മഴയും തോരാതില്ല. ഈ പാട്ട് എഴുതുകയും സംഗീതം കൊടുക്കുകയും ചെയ്ത അച്ഛനാണ് സാലിം അച്ഛൻ. ഓക്കെ, മാർത്തോമിന്റെ അച്ഛനാണ്. അച്ഛന്റെ ജീവിതത്തിൽ വളരെയധികം വിശ്വാസത്തിലൂടെ ഈ യാത്രയിൽ, ഈ ദുർഘടം പിടിച്ച മോക്ഷയാത്രയിൽ, വിശുദ്ധ പാതയിൽ, വിശ്വാസ യാത്ര അച്ഛനിങ്ങനെ ശക്തമായ യാത്ര ചെയ്തുകൊണ്ട സമയത്ത് അദ്ദേഹത്തിന് വലിയ വലിയ രോഗങ്ങൾ ഉണ്ടായിരുന്നു. വലിയ രോഗം, ക്യാൻസർ ബാധിതനായി. ഈ സമയത്തൊക്കെ പാടുകയാണ് ഒരു മഴയും അറിയത്തില്ല, തോരാതില്ല. അദ്ദേഹം എഴുതിയ മറ്റൊരു പാട്ടാണ് 1991 മാരാമൺ കൺവെൻഷൻ. അദ്ദേഹം പല പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. അങ്ങനെ 1991 അദ്ദേഹം എഴുതിയൊരു പാട്ടാണ് ഇത് കലിയേറും സ്നേഹപിതാവേ. അറിയോ? ഓക്കെ, ആ പാട്ടിന്റെ ഒരു തരത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: അന്ധനായി ഞാൻ ചെയ്ത പാപങ്ങളെല്ലാം എന്തായി മാറി, നിൻ ശിരസിൽ ഘോര മുള്ളുകളാണ്. ഓക്കെ, ഞാൻ ചെയ്ത എന്റെ പാപം, അറിഞ്ഞോ അറിയാതെയോ ഞാൻ ചെയ്ത എന്റെ ബ്ലോക്സ്, എന്റെ ജീവിതത്തിൽ ഈ ക്രൂശിന്റെ യാത്രയിൽ ഞാൻ കൊണ്ടുപോയിരിക്കുമ്പോൾ ഞാൻ ചെയ്ത പാപങ്ങളായി മാറി, നിൻ ശിരസിൽ ഘോര മുള്ളുകളായിട്ട് മാറി. എന്റെ പാപങ്ങൾ കാരണം അങ്ങയുടെ ശിരസിൽ എന്തുകൂടി, മുള്ളുകളുടെ എണ്ണം കൂടി കുറഞ്ഞോ? കൂടി. നിന്നും ചിന്താൻ കാരണമായി എന്താണ് മാറിയത്? വീണ്ടും രക്തം ചുരുക്കാനാണ് നീങ്ങുന്നു. അത് കാരണമായി നിൻ കരൽ നോവും പാവങ്ങളാൽ വീണ്ടും കരൽ നോവുകയായി. എങ്കിലും നാദാ നിൻ സ്നേഹത്തെ ഓർക്കുക, അരുതാപൂർവം ഞാൻ വരുന്നു. ആ പാടം പാടാം. അന്ധനായി ഓക്കെ, അന്ധനായി ഞാൻ ചെയ്ത പാപങ്ങളെല്ലാം നിൻ ശിരസിൽ പാടാമോ? ഹൃദയത്തെ കട്ടി പാടാം. ഈ പാട്ട് അച്ഛൻ വളരെ അർത്ഥവത്തായിട്ടാണ് ചെയ്യുന്നത്. ആ പാട്ട് എഴുതിയിരിക്കുന്നത് നമ്മുടെ ഹൃദയത്തെ കട്ടി. അങ്ങനെയല്ലേ നമുക്ക് സംഭവിച്ചിട്ടുള്ളത്. 3, 4 അന്ധനായി ഞാൻ ചെയ്ത പാപങ്ങളെല്ലാം നിൻ നിന്നിനം ചിന്ത കാരണമായി നിൻകരണവും പാപങ്ങളാം. നിന്നിനം ചിന്ത കാരണമായി നിൻകരണവും പാപങ്ങളാം. എങ്കിലും നാഥാ സ്നേഹത്തെ ഓർക്കുക, അനുതാപപൂർവം ഞാൻ വരുന്നു. എല്ലാ ഞായറാഴ്ചയും എല്ലാ ആരാധനകളും നമ്മൾ കടന്നു വരുമ്പോൾ എങ്കിലും നാം നിൻ സ്നേഹത്തെ ഓർക്കുക, അനുതാപപൂർവം ഞാൻ വരുന്നു എന്നുള്ള സ്വരത്തോടുകൂടെ നമുക്ക് ദൈവത്തിൽ നിൽക്കുവാൻ കഴിയുമോ? ഇത്രയൊക്കെ ഞാൻ കാണിച്ചു കൂട്ടിയിട്ട്, ഇത്രയൊക്കെ പാപകരമായ അവസ്ഥയിൽ ബോക്സിന്റെ നടുവിലൂടെ ഞാൻ ഇങ്ങനെ അകപ്പെട്ടിട്ട്, കർത്താവേ എന്റെ യാത്ര, ആ യാത്രയിൽ ഞാൻ പട്ടുപോകാതെ, ആ യാത്രയിൽ ഞാൻ വീണുപോകാതെ, ആ യാത്രയിൽ ഞാൻ കടന്നു പോകാതെ എന്നെ നിർത്തിയത് മാത്രമാണ് ദൈവമേ. അങ്ങയുടെ സ്നേഹമാണെന്ന് ഓർത്തെടുത്തുകൊണ്ട് നമുക്ക് നിൽക്കുവാനായിട്ട് കഴിയുന്നുണ്ടോ? കഴിഞ്ഞ ദിവസം ചിന്തയുണ്ടായി, നമ്മുടെ ഫെയിലിൽ ഒരിക്കലും ഉണ്ടായിട്ട് മാറരുത്. സ്റ്റാൻഡ്
വിശ്വാസമല്ല നമ്മുടെ വിശ്വാസം. മൂവിംഗ് ഫെയ്ത്ത്. ഇതിനെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. മൂവിംഗ് ഫെയ്ത്ത്, ചലിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ വിശ്വാസം എപ്പോഴും എന്തായിരിക്കണം? ചലനാത്മകമായിരിക്കണം. എപ്പോഴും അത് മോഷണല്ല, എപ്പോഴും എന്തായിരിക്കണം? അത് മൂവ് ചെയ്തുകൊണ്ടേയിരിക്കണം, ചലിച്ചുകൊണ്ടേയിരിക്കണം. ഇന്ന് ഇവിടെ നിന്നാലും നാളെ ഒരുപടി മുന്നിൽ പറയലല്ല കേട്ടോ. പ്രിയ യുവാക്കളെ, പ്രിയ ടീനേജേഴ്സ്, പ്രിയ കൊച്ചുമക്കളെ, ആത്മീയതയിലാണ് നമ്മൾ ചെയ്യുന്നത് ഡിസിപ്ലിൻ പ്രാധാന്യം. പലപ്പോഴും നമ്മൾ സെക്യുലർ മേഖലകളിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ സെക്യുലർ മേഖലയിലെ ഡിസിപ്ലിനെ കുറിച്ച് കുട്ടികൾക്കോ യുവാക്കൾക്കോ ടീനേജേഴ്സിനോ ഒന്നും പറഞ്ഞു കൊടുക്കേണ്ട കാര്യം. വളരെ ഡിസിപ്ലിനോടുകൂടെ ഈ സെക്യുലർ മേഖല, അക്കാഡമിക് മേഖലയിൽ അവരുടെ മറ്റ് ക്യാരക്ടർ ബിൽഡിങ്ങിന്റെ കാര്യങ്ങളിലൊക്കെ നിങ്ങൾ വളരെ മിടുക്കരാണ്. സഭ പക്ഷേ നിങ്ങളോട് ഒരു കാര്യം ആവശ്യപ്പെടുകയാണ്. നിങ്ങൾ ഈ മേഖലയിൽ ഡിസിപ്ലിൻ ചെയ്യുന്നത് പോലെ സ്പിരിച്വൽ മേഖലയിൽ നിങ്ങൾക്ക് ഉണ്ടാവണം ഒരു ഡിസിപ്ലിൻ ഉണ്ടാവണം കേട്ടോ. സ്പിരിച്വൽ മേഖലയിൽ ഉണ്ടാവണം ഒരു ഡിസിപ്ലിൻ ഉണ്ടാവണം. അല്ലെങ്കിൽ നാളെയുടെ സഭയെ കൊണ്ടുപോകേണ്ടതാണ് അല്ലെ? നാളത്തെ നമ്മുടെ തലമുറ, ഇന്നത്തെ തലമുറയാണ് ചെയ്യുന്നത്. നാളത്തെ നമ്മുടെ സഭയെ മുമ്പോട്ട് പോകേണ്ടത്. നമുക്കറിയാം, ഒരു കാലത്ത് ലോകത്തെമ്പാടും മിഷണറിമാരെ അയച്ചിരുന്ന യൂറോപ്യൻ സഭകളുടെ ചരിത്രം നമ്മൾ നോക്കണം. നമ്മുടെ ദേശത്തിലേക്ക് യൂറോപ്പിൽ നിന്നും അമേരിക്കയിൽ നിന്നും പല മേഖലകളിലും എന്ത് ചെയ്തു? മിഷണറിമാർ വന്ന് മിഷണറിയന്മാരെ ചെയ്തു കേരളോചിതമായ പ്രവർത്തനം കാഴ്ചവെച്ചതുകൊണ്ട് മാത്രമാണ് ചെയ്യുന്നത് നമ്മുടെ തലമുറകളൊക്കെ ചെയ്ത് ഇത്രയും അനുകൂലമായ ചെയ്യുന്നത് വാഴപ്പെട്ടത്. പക്ഷേ ഒരു കാലത്ത് ഇങ്ങനെ മിഷണറിമാരെ ലോകത്തിന്റെ പല മേഖലകളിൽ ചെന്ന് ചെയ്തുകൊണ്ടിരുന്ന ഇതേ യൂറോപ്യൻ കോണ്ടിനൻസ് മറ്റു രാജ്യങ്ങളെല്ലാം ഇപ്പോൾ ചെയ്യുകയാണ്. ക്രിസ്തീയ മേഖലയിൽ തളർന്നുകൊണ്ടിരിക്കുകയാണ്. പള്ളിയിരിക്കുന്ന സ്ഥാനത്ത് പെടുന്നായിരിക്കുന്നത്, സഭകളിരിക്കുന്ന സ്ഥാനത്ത് ഇപ്പോൾ റെസ്റ്റോറന്റുകളിലിരിക്കുന്നു, കഫേകളിലിരിക്കുന്നു, മറ്റു പല സ്ഥാപനങ്ങളാണ് ഇരിക്കുന്നത്. പള്ളിയിൽ ആരാധന നടക്കുമ്പോൾ അവിടെ ചുരുക്കം പേര് മാത്രം, അവിടെ യുവാക്കളൊന്നും എന്ത് ചെയ്യാറില്ല, ആരാധനയ്ക്ക് വരാറില്ല. എന്താ കാരണം? എന്തായിരിക്കും കാര്യം? എന്തായിരിക്കും കാരണം? കാലം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ദൈവം ഉണ്ടോ എന്ന ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ദൈവത്തെ അന്വേഷിക്കുവാനൊന്നും ആർക്കും സമയമില്ല. അപ്പോൾ യൂറോപ്യൻ സഭകൾ സംഭവിച്ചിരിക്കുന്ന മൂല്യച്യുതി ഒരു കാരണവശാലും നമ്മുടെ ഇന്ത്യൻ സഭകളിൽ എന്ത് ചെയ്യാൻ പാടില്ല, സംഭവിക്കാനായിട്ട് പാടില്ല. അത് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ തലമുറകൾ നമ്മൾ എന്ത് ചെയ്യണം? സജ്ജമാകും. എങ്ങനെ നമുക്ക് അവരെ പരിപോഷിപ്പിച്ച് നിർത്തുവാനായിട്ട് കഴിയും? എങ്ങനെ അവരിൽ ക്രിസ്തുവിനെ നൽകുവാനായിട്ട് കഴിയും? ക്രിസ്തുഭാവമുള്ള ഒരു വ്യക്തി, ക്രിസ്തുഭാവമുള്ള വ്യക്തിയാക്കി മാറ്റി വിശ്വാസ ജീവിത യാത്രയിൽ അവനെയോ അവളെയോ എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയും? നിങ്ങൾ ചിന്തിക്കണം മക്കളെ, നിങ്ങൾ എല്ലാവരും ചിന്തിക്കണം. എനിക്കൊരു സ്പിരിച്വൽ ഡിസിപ്ലിനുള്ള വ്യക്തിയായി എങ്ങനെ രൂപാന്തരപ്പെടുവാനായിട്ട് കഴിയും? എനിക്ക് മറ്റു കാര്യങ്ങളെല്ലാം ഡിസിപ്ലിൻ ഉണ്ട്. പക്ഷേ വചനം വായിക്കുന്ന കാര്യത്തിൽ, പ്രാർത്ഥിക്കുന്ന കാര്യത്തിൽ, ആരാധന ചെയ്യുന്ന കാര്യത്തിൽ, സാക്ഷ്യം പറയുന്ന കാര്യത്തിൽ, സാക്ഷി ചെയ്യുന്ന നയിക്കുന്ന കാര്യത്തിൽ എത്രമാത്രം എനിക്ക് ഡിസിപ്ലിൻ ഉണ്ടെന്ന് ഞാൻ നിങ്ങളൊക്കെ ചിന്തിക്കേണ്ട ഒരു സമയമാണ്. കാരണം ഈ ലോകം വലിയൊരു പോരാട്ടത്തിന്റെ നടുവിലാണ്. പക്ഷേ ഈ പോരാട്ടത്തെ കാണാതെ നമ്മുടെ കണ്ണുകൾ എത്തിയിരിക്കുകയാണ്, സാധാരണ അന്ധമാക്കിയിരിക്കുകയാണ്. ഞാൻ ഒന്നും പറയാം, ഈ ലോകത്തിനകത്ത് വലിയൊരു പോരാട്ടം വരികയാണ്. പ്രാർത്ഥിക്കുന്നത് വരുമ്പോൾ ഈ ലോകത്തിനകത്ത് വലിയൊരു പോരാട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആയിരത്തിലാണ് പോരാട്ടം നടന്നത്. നന്മയും തിന്മയും തമ്മിലുള്ള വലിയൊരു പോരാട്ടം നടക്കുകയാണ്. ഈ പോരാട്ടത്തിന്റെ നടുവിൽ നമ്മൾ നിൽക്കേണ്ടത് ഏതോടൊപ്പമാണ്? നന്മയോടാണ്, തിന്മയോടാണ്? വളരെ പ്രസക്തമാണ്. നമ്മൾ നിൽക്കേണ്ടതാണ് നന്മയോട് തന്നെയാണ്. അതിന് പറയുന്നു തിന്മയോട് തോൽക്കാതെ. ഇതെങ്ങനെ ഇരിക്കണം? തിന്മയോട് തോൽക്കാതെ. നമുക്കറിയാം, റോമക്കെതിരെ 12-ാം അധ്യായം 1 അതിനെടുക്കുക, പുസ്തകം നോക്കാം. റോമക്കെതിരെ 12-ാം അധ്യായം 1-ാമത്തെ വചനം, തിന്മയോട് തോൽക്കാതെ. തിന്മയോട് തോൽക്കാതെ നന്മയാൽ തിന്മയെ ജയിക്കുക. ജയിക്കേണ്ടത് എങ്ങനെയാണ്? ചെയ്യേണ്ടത് തിന്മയോട് തോൽക്കരുത്. പ്രിയമുള്ളവരെ, തിന്മയോട് തോൽക്കരുത്. തിന്മയോട് തോൽക്കാതെ നന്മ കൊണ്ട് എന്ത് ചെയ്യണം? തിന്മയെ ജയിക്കണം. എഫെസോസ് സഭയുടെ അവസ്ഥ നമ്മുടെ സഭകളിൽ വരാൻ പാടില്ല. നമുക്കറിയാം, വെളിപ്പാട് പുസ്തകത്തിൽ 7 സഭകളെ കുറിച്ച് പറയുന്നുണ്ട്. എഫെസോസ് സഭയെ കുറിച്ച് യേശു പരിശുദ്ധാത്മാവിലൂടെ യോഹന്നാൻ പ്രബോധനം നടന്നത് എങ്ങനെയാണ്? എഫെസോസ് സഭയ്ക്ക് എല്ലാ കാര്യങ്ങളും ഓക്കെയാണ്, പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു. വായിച്ചു നോക്കുക. ഒരു പ്രോബ്ലം എഫെസോസ് സഭയ്ക്ക് ഉണ്ടായിരുന്നു. എന്താണ് പ്രോബ്ലം? ആദ്യ സ്നേഹത്തെ വിട്ടുകളഞ്ഞു. എന്താണ് പ്രോബ്ലം? ആദ്യ സ്നേഹത്തെ വിട്ടുകളഞ്ഞു. ദൈവത്തോടുള്ള ആദ്യ സ്നേഹത്തെ. പലപ്പോഴും നമ്മുടെ ജീവിതം അങ്ങനെയാണ്. ആദ്യമുള്ള സ്നേഹം പിന്നെ എന്താണ്? പിന്നെ നമ്മുടെ കാണുന്നില്ല. അത് വലിയ തോൽവിയാണ്. ദൈവികമാർഗം അങ്ങനെയാണ്. സഭയോടുള്ള കാര്യങ്ങൾ ആദ്യ സ്നേഹത്തെ വിട്ടുകളഞ്ഞാൽ എന്ത് സംഭവിക്കും? വിശ്വാസ ജീവിതത്തിൽ നമ്മൾ പുറകോട്ട് പോകും. ആദ്യ സ്നേഹത്തെ വിട്ടുകളയുന്ന ഒരു സഭയായിട്ട് നമ്മൾ മാറുകയാണ്. പ്രിയമുള്ളവർ, ചിന്തിച്ചു, ഈ ലോകത്ത് 2 യുദ്ധം നടക്കുന്ന 2 എക്സ്ട്രീമുകൾ
ഈ യുദ്ധത്തിൽ നമ്മൾ തിന്മയോട് തന്നെ നിൽക്കണമെന്ന് കരുതി ഈ യുദ്ധത്തിന്റെ പോർക്കളത്തെ അന്തമാക്കിക്കൊണ്ട് നമുക്ക് ആത്മീയ അലസത നൽകി പലപ്പോഴും ഡിസിപ്ലിനിൽ നമ്മൾ മാറി അലസരായി ഫ്രീസായി പലപ്പോഴും നമ്മൾ ആത്മീയ ഫ്രീസായി നിൽക്കുകയാണ്, മന്ദഗതിയിൽ നിൽക്കുകയാണ്. ഒരു അപ്ഗ്രഡേഷന് വേണ്ട, ഒരു പുതുമയ്ക്ക് വേണ്ട, ഇങ്ങനെയൊക്കെ മതി, ഇങ്ങനെയൊക്കെ ജീവിച്ചാൽ മതി എന്നുള്ള ഒരു ചിന്താധാരയിലാണ് ഞാൻ നിങ്ങൾ വായിക്കുന്നത്. അങ്ങനെയല്ല, ഇങ്ങനെ ജീവിക്കുവാനല്ല ദൈവം രീതിക്കുന്നത്. പൗലോസ് പറയുന്നു, ക്രിസ്തുവാകുന്ന തലയോളം എന്ത് ചെയ്യണം? നമ്മൾ വളരണം. എന്തിനു വളരണം? ക്രിസ്തുവാകുന്ന തലയോളം വളരണം. ക്രിസ്തുവാകുന്നവരെ നമുക്ക് വളരാൻ പറ്റില്ല. പക്ഷേ ക്രിസ്തു വെച്ച് ഒരു ചുവടെങ്കിലും മരണത്തിന് മുമ്പേ എന്ത് നമ്മൾ ഈ ഭൂമിയിൽ വെച്ചിരിക്കണം. എത്രമാത്രം മനസ്സിലാക്കിയില്ല. ക്രിസ്തു വെച്ച ഒരു ചുവടെങ്കിലും മരണത്തിന് മുമ്പേ നമ്മൾ അതിലേക്ക് അല്ല് ചേരുന്നതിന് മുമ്പേ എനിക്ക് കൂടുതൽ ചുവടുകളൊന്നും ഈ ലോകത്ത് വയ്ക്കാൻ പറ്റില്ല, പക്ഷേ ഈ ഒരു ചുവട് വയ്ക്കാൻ പറ്റി എന്നുള്ള സത്യത്തോടുകൂടെ അഭിമാനത്തോടുകൂടെ മരണത്തെ മുൻപോകാൻ കഴിഞ്ഞാൽ പിന്നെ എന്ത് വേണം അറിയുന്നവരെ? അതാണ് നമ്മുടെ ജീവിതത്തിൽ ഞാൻ പറഞ്ഞു വന്നത്. അതാണ് വിശുദ്ധിയും അശുദ്ധിയും തമ്മിലുള്ള ഈ ലോകത്തിൽ യുദ്ധം നടക്കുമ്പോൾ നമ്മുടെ കണ്ണുകൾ എന്ത് ചെയ്യാണ്? ലോകം അന്ധമാക്കിയിരിക്കുകയാണ്. ഈ അന്ധതയുടെ നടുവിൽ നിന്നുകൊണ്ട് എന്താണ് ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നത്? എന്താണ്? വിശുദ്ധിയുടെ വസ്ത്രം ധരിച്ച്. നമുക്കറിയാം, ഏത് വേഷമായാലും ഏത് ദേശമായാലും വിശുദ്ധിയുടെ അങ്കി പിടിപ്പിക്കേണ്ടവരാണ്. മനസ്സിലായോ? ഏത് ദേശമായാലും ഏത് വേഷം ധരിക്കുന്നവരായാലും ഒടുവിൽ ഒരൊറ്റ അങ്കിലാണ് പോകുന്നതാണ് ശുഭ്രവസ്ത്രധാരിയ എന്റെ പ്രിയന്റെ മുൻപിൽ. അതാണ് നമ്മുടെ പ്രത്യാശയാണ്. അവസാനം ഞാൻ ശുഭ്രവസ്ത്രധാരിയായി വെള്ള നിലയ്ക്ക് ധരിച്ച് ആരവം നിൽക്കേണ്ടവരാണ്. മനസ്സിലായോ? ആരവം നിൽക്കേണ്ടവരാണ്. എന്റെ ദൈവത്തിന്റെ മുമ്പിൽ ശുഭ്രവസ്ത്രധാരിയായി ആ വെള്ള നിലയ്ക്ക് ധരിച്ച് ദൈവത്തിന്റെ മുമ്പിൽ നിൽക്കേണ്ടതാണ് ഞാൻ എന്നൊരു ബോധ്യം എന്താവണം നമുക്കില്ല. പക്ഷേ ഞാൻ പറഞ്ഞു, പാപത്തിന്റെ കറകൾ നമ്മുടെ വെള്ള നിലയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്, കറകൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഈ കറകളെ മാറ്റുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. ഒരിക്കലും MK മോഹനൻ എന്ന് പറയുന്ന ഒരു കവിയുണ്ട്. അദ്ദേഹം ചെരുപ്പ് എന്ന് പറയുന്ന ഒരു കവിതയായിരിക്കും. ചെരുപ്പ് എന്റെ കവിത. പക്ഷെ എനിക്ക് എങ്ങനെ ചിന്തിച്ചു, ഞാൻ ഉപസംഹാരത്തിലേക്ക് വരികയാണ്. ഇത് ഞാൻ കൂടുതൽ തീർപ്പിക്കാനാണ് പോകുന്നത്. ചെരുപ്പ്. ഈ കവിതയുടെ പേരെന്താണ്? ചെരുപ്പ്. അപ്പോ ചെരുപ്പ് സംസാരിച്ചാലേ ഈ കവിതയുടെ എന്താണ് ഉള്ളിലുള്ള സംക്ഷിപ്തമായ രക്തചുരുക്കം എന്ന് പറയുന്നത് എന്താണ്? ഒരു ചെരുപ്പ് സംസാരിച്ചാൽ എന്നുള്ളതാണ്. അപ്പൊ ചെരുപ്പ് നമ്മുടെ ചെരുപ്പുകളൊക്കെ എവിടെയാണ് കിടക്കുന്നത്? പള്ളിക്കകത്താണ് പുറത്താണ്. പുറത്തിന്റെ ആൾക്കും വരാത്തത് എന്താണ്? പള്ളിക്കകത്ത് ചെരുപ്പാണ്. ചെരുപ്പ് കേൾക്കാൻ ഇത് വിശുദ്ധിയുള്ള സ്ഥലം, ചെരുപ്പ് അശുദ്ധിയുള്ള സാധനമായതുകൊണ്ട് അല്ലേ? അശുദ്ധി പറഞ്ഞിട്ടുണ്ടല്ലോ. അതുകൊണ്ട് നീ ഇവിടെ തന്നാൽ മതി, നീ പുറത്തിറങ്ങാൻ അതിനകത്തിരിക്കും എന്നുള്ളതാണ് സൈക്കോളജി. ഓക്കെ, നീ പുറത്തിറങ്ങണോ ആരാധന പിന്നെ നമുക്ക് എന്ത് ചെയ്യണം? ഒരുമിച്ച് പോകും. അപ്പോ ഈ ചെരുപ്പ് പറയുകയാണ്, ചിലയിടങ്ങളിൽ ചില നേരങ്ങളിൽ മാത്രം ഞാൻ പുറത്താകും. ശ്രദ്ധിക്കുക, ചിലയിടങ്ങളിൽ ചില നേരങ്ങളിൽ മാത്രം ഞാൻ എന്ത് ചെയ്യണം? പുറത്താകും. നീ എപ്പോഴും നിന്നോടൊപ്പം സദാസമയമുള്ള ഒരു സംഭവമാണ് ഞാൻ. പക്ഷെ ചിലയിടങ്ങളിൽ ചില നേരങ്ങളിൽ മാത്രം ഞാൻ പുറത്താകുന്നു. എന്നിട്ട് ആ ചെരുപ്പ് നമ്മളോട് ചോദ്യമുണ്ട്, എന്നോട് ചോദിക്കുകയാണ്, അകത്ത് കയറുവാൻ മാത്രം എന്ത് വിശുദ്ധിയാണ് നിങ്ങളുള്ളതെന്ന് പുറത്തു വരുമ്പോൾ ചെയ്യണം? എനിക്ക് പറയുന്നത് വളരെ ഫിലോസഫിയാണ്, വളരെ വളരെ ഫിലോസഫി. ഇതാണ് അകത്ത് കയറുവാൻ എന്ത് വിശുദ്ധിയാണ് എനിക്കുള്ളതെന്നുള്ളത് പുറത്തു വന്നിട്ട് എന്ത് ചെയ്യണം? നീ എനിക്ക് പറഞ്ഞു തരണം. കാരണം നമ്മൾ പിന്നീട് വാക്കുകൾ നമുക്കറിയാം. അകത്ത് കയറുവാൻ എന്ത് വിശുദ്ധിയാണ് എനിക്കുള്ളതെന്ന് പുറത്തു വന്നിട്ട് എന്ത് ചെയ്യണം? നീ എനിക്ക് പറഞ്ഞു തരണം. ഇവരുടെ വിശുദ്ധിയുടെ ജീവിതം നയിക്കുവാനാണ് ചെയ്യുന്നത്. ദൈവം നമുക്ക് നയിക്കുന്നത്. നമ്മളെങ്ങനെ ജീവിക്കണം? വിശുദ്ധിയോടെ ജീവിക്കണം. ഓരോ ക്രിയകളും നമ്മൾ ഓരോ ചെയ്തികളും വിശുദ്ധിയിൽ ജീവിക്കുവാൻ വിശുദ്ധിയെ തികച്ചുള്ള ഒരുങ്ങിക്കണം. എങ്ങനെയാണ് ഒരുങ്ങിക്കേണ്ടത്? ഈ യാത്രയിൽ യേശുവിന്റെ രണ്ടാമതിൽ നമ്മൾ ഒരുങ്ങിക്കേണ്ടത് എങ്ങനെയാണ്? വിശുദ്ധിയോടുകൂടെ ഒരുങ്ങി നിൽക്കണം. വിശുദ്ധിയാണ് നമുക്ക് വേണ്ട വസ്ത്രാലങ്കാരം. ഈ യാത്രയിൽ എന്നോട് ഉപസംഹരിക്കുകയാണ്. ഈ മുമ്പോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ഒടുവില് ഈ ഭാഗം നമ്മൾ പറഞ്ഞു നിർത്തുമ്പോൾ ഈ വിശ്വാസ ജീവിത യാത്രയിൽ വളർച്ചയുണ്ട്, തളർച്ചയുണ്ട്. ഇത് സഹനത്തിന്റെ യാത്രയാണ്. പക്ഷേ ഈ വിശ്വാസ ജീവിതത്തിന്റെ യാത്രയുടെ ഒടുവിൽ നമ്മൾ നിൽക്കുമ്പോൾ ഒരു നിലയിലേക്ക് ധരിച്ചുകൊണ്ടിരിക്കണം. വെള്ള നിലയിലേക്ക്. അത് വിശുദ്ധിയെ തികച്ചുള്ള യാത്രയുടെ പൂർത്തീകരണമാണ്. കാലത്തിന്റെ വേഗത്തിൽ ദൈവം നമ്മുടെ കയ്യിൽ നൽകിയിരിക്കുകയാണ്. നമുക്കറിയാം, ഒരു റിലേ ഓട്ടം നമ്മൾ ഓടുമ്പോൾ 400 മീറ്റർ ഓട്ടം ഓടുമ്പോൾ നമ്മൾ പാസ് ചെയ്യുന്നതാണ് വേഗം അല്ലേ? ഒരു ഓട്ടത്തിൽ
നാളെ ഈ ബാറ്റൻ അടുത്ത തലമുറയുടെ കയ്യിൽ ഇങ്ങനെ കൊടുക്കുമ്പോൾ എന്തെങ്കിലും ഒന്നാണ് കൊടുക്കാൻ. കേട്ടോ, മനസ്സിലായോ? ഇപ്പൊ എന്റെ കയ്യിൽ ഈ ബാറ്റൻ വിശ്വാസം എന്ന ബാറ്റൻ. ഓക്കെ, എന്താണ് ഇരിക്കുന്നത്? വിശ്വാസം എന്ന ബാറ്റൻ എന്റെ കയ്യിൽ ഇരിക്കുകയാണ്. പക്ഷെ അടുത്തെന്റെ മകന്റെ കയ്യിൽ കൊടുക്കുമ്പോ, അടുത്തെന്റെ മകളുടെ കയ്യിൽ കൊടുക്കുമ്പോ, അടുത്തെന്റെ തലമുറയുടെ കയ്യിൽ കൊടുക്കുമ്പോ കൈ മാത്രം കൊടുത്തിട്ട് പോകാനല്ല, ഈ വിശ്വാസം എന്ന ബാറ്റൻ അതുപോലെ എടുത്തതുപോലെയുള്ള ശക്തി കൊടുക്കണം. നീ എങ്ങനെയാണ് എടുത്തത്? അതിനേക്കാൾ ഇരട്ടി 100 മീറ്റർ ഓടം നമുക്കറിയാം. 100 മീറ്റർ ഓടിയ സ്റ്റാർട്ട് ചെയ്തതിനേക്കാൾ സ്പീഡിൽ ഓടിയാണ് കൈ കൊടുക്കുന്നത്. കുറച്ച് കൂടുതലാണ് തൽക്കാലം കൊടുക്കേണ്ടത്. എങ്കിൽ മാത്രമേ അത് വാങ്ങിച്ചുകൊണ്ട് നടത്താൻ പറ്റുള്ളൂ. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മുടെ CSI ഹോളി ക്രോസ് ജാലകരി സഭയുടെ കയ്യിലേക്ക് ഒരു ബാറ്റൻ, വിശ്വാസം എന്നുള്ള ബാറ്റൻ നൽകിയിരിക്കുന്നു. ഈ ഓട്ടം നന്നായി ഓടിക്കൊള്ളണം. ഈ ഓട്ടം എന്തെയാണ്? നന്നായി ഓടിക്കൊള്ളണം. ഈ ഓട്ടം ഓടി അടുത്ത തലമുറയിലേക്ക് ഈ ബാറ്റൻ പകർന്നു കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യണം? നമുക്ക് സന്തോഷത്തോടെ നമ്മൾ ഉത്തരവാദിത്തങ്ങളായിരിക്കും. പ്രധാനമായിട്ട് ശ്രദ്ധിക്കുക, വിശുദ്ധ ജീവിതം നയിക്കാനുള്ള കാര്യങ്ങളല്ല. കുട്ടികളെ ശ്രദ്ധിക്കുക. ഈ കുഞ്ഞുങ്ങളോട് പറയാൻ അവസാനിപ്പിക്കുക. കുഞ്ഞുങ്ങളോട് പ്രധാനമായിട്ട് പറയാനുള്ളത്, മറ്റ് ഏത് കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞാലും ദിവസേന സ്പിരിച്വൽ ഡിസിപ്ലിൻ വളരെ പ്രധാനമാണ്. ഈ യാത്രയിൽ ഈ ബാറ്റിനെ കയ്യിൽ നിന്ന് നിലനിർത്തണമെങ്കിൽ വചനം വായിക്കുന്നത് ചെയ്തത്, ബൈബിൾ വായിക്കുന്നത്, എന്നും വായിക്കേണ്ട പുസ്തകമാണത് സത്യവേദ പുസ്തകം. എന്നും നിങ്ങൾ സ്കൂളിൽ പഠിക്കുന്നതിൻ്റെ നിങ്ങളുടെ അക്കാഡമിക്സിന്റെ ഭാഗമെടുക്കുന്നതിന് ഒരു വചനം, ചെറിയ വചനം എടുത്താൽ ഒരു ചെറിയ വചനം എടുത്ത് കാണാതെ പഠിച്ച് നിങ്ങൾ പഠിച്ചു പോകും. വചനം പറയുന്നു, അല്പബുദ്ധി ഉണ്ടാക്കി മാറ്റുന്നത് ജ്ഞാനിയാണ്. ഇതിന് വലിയ അനുഭവമില്ല, ചെറിയ അനുഭവമുള്ളൂ. പക്ഷെ ഞങ്ങളുടെ അനുഭവം പ്രവൃത്തിയാണ്. അല്പബുദ്ധിയുള്ള വ്യക്തികളെ എന്താക്കി മാറ്റും? ജ്ഞാനിയാക്കി മാറ്റും. പക്ഷേ ദൈവത്തിന്റെ സന്നിധിയിൽ അല്പനിമിഷം നമ്മൾ ചെയ്യണം, ചെലവിടണം, പ്രാർത്ഥിക്കണം. മാതാപിതാക്കളെ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ അതിനുവേണ്ടി പ്രോത്സാഹിപ്പിക്കണം. ഏത് കാര്യം മാറ്റി വെച്ചാലും എന്ത് ചെയ്ത് പ്രാർത്ഥിക്കുന്ന കാര്യം മാത്രം എന്ത് ചെയ്തത് മാറ്റി. കുഞ്ഞുങ്ങളെ മുട്ടുകുത്തി ദൈവത്തിന്റെ സന്നിധിയിൽ മുട്ടുകുത്താൻ മടിക്കരുത്. ഇവിടെ നിങ്ങൾ മുട്ടുകുത്താൻ മടിച്ചാൽ പലയിടത്തും നമ്മൾ നേടിയ ലോകത്ത് മുട്ടുകുത്തേണ്ടി വരും. അതേസമയത്ത് ദൈവത്തിന്റെ സന്നിധിയിൽ മുട്ടുകുത്താൻ മടിക്കാതെ അഭിമാനത്തോടെ, സ്നേഹത്തോടെ, സമർപ്പണത്തോടെ നിങ്ങൾ മുട്ടുകുത്തിയാൽ ലോകത്തൊരിടത്തും കളിക്കേണ്ടി വരില്ല, മുട്ടുകുത്തേണ്ടി വരില്ല. പ്രിയ കൂട്ടുകാരെ, പ്രിയ സഭയെ, അതുകൊണ്ട് മാത്രം ഞാൻ ഉപസംഹരിക്കുന്നു. 122-ാം സങ്കീർത്തനം 1-ാമത്തെ വാക്യം വായിച്ചുകൊള്ളേ. അവിടെ പറയുന്നു, യഹോവയുടെ ആലയത്തിലേക്ക് നമുക്ക് പോകാം എന്ന് അവർ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ ചെയ്തു, സന്തോഷിച്ചു. യഹോവയുടെ ആലയത്തിലേക്ക് നമുക്ക് പോകാം എന്നവർ പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. ആലയത്തിലെ ഒരു ആരാധന നിർമ്മിക്കുന്നത് ആരും മുടക്കരുത്. ഇപ്പോൾ അവസരമുണ്ട്. നാളെ സംഭവിക്കും നമുക്കറിയില്ല. പക്ഷെ ഇപ്പോൾ ദൈവം അവസരം തന്നുകൊണ്ടേയിരിക്കും. ഒരു നിങ്ങൾ പറയുന്നത് 24-ാം സങ്കീർത്തനം, അങ്ങയുടെ പ്രാകാരങ്ങൾ വസിക്കുന്ന ദിവസം അതേപോലെ മറ്റ് 1000 ദിവസത്തേക്കാൾ ശ്രേഷ്ഠമാണ്. പ്രിയമുള്ള ശ്രേഷ്ഠകരമായ അവസ്ഥ നൽകി ദൈവം നമ്മളെല്ലാവരും തിരഞ്ഞെടുത്തിരിക്കുമ്പോൾ ഈ വിശ്വാസത്തിന്റെ യാത്രയിൽ ഒരിക്കലും നമുക്ക് ഇടവേണ്ടി വരില്ല. നമ്മൾ ക്രൂശിനെ നോക്കി തന്നെ ഒടുവിൽ ആവശ്യത്തിനായി ധരിച്ച് രണ്ടാമത് ദൈവത്തോടൊപ്പം നമുക്ക് ചെയ്യാൻ പറ്റും. തീർച്ചയായും സ്വർഗ്ഗലോകത്ത് മുൻപായിട്ട് സർവേശ്വരനായ ദൈവം നമ്മളെല്ലാവരെയും ചെയ്യട്ടെ, അതിന് വളരെ സഹായിക്കും. അതുകൂടെ വളരെ താങ്ക്സ്, വളരെ സ്നേഹത്തോടുകൂടെ സ്വീകരിക്കുകയും നല്ല രീതിയിലുള്ള ആരോഗ്യം ഒരുക്കുകയും പ്രത്യേകിച്ച് അച്ഛനോടൊപ്പം, കുടുംബത്തോടൊപ്പം, പ്രത്യേകിച്ച് സഭാകർമ്മങ്ങളെ എല്ലാവരും, വേദനകളെ കണ്ടിൽ എല്ലാവരും, മാതാപിതാക്കളെ, ഞങ്ങളെ കൊച്ചുകൂട്ടുകാരെ 3 ദിവസം ഒരുമിച്ച് യാത്രയാൽ മതി. പക്ഷേ ഈ യാത്രകളോട് അവസാനിക്കുന്നില്ല. നിങ്ങളുടെ യാത്രകളോട് ഇതിന്റെ യാത്ര ഞാനോട് നമുക്ക് എന്ത് ചെയ്യാം? മുഖാമുഖം കാണാം, അല്ലെ? ദൈവത്തിന്റെ സന്നിധിയിൽ മുഖാമുഖം കാണാമെന്നുള്ള വിശ്വാസത്തോടെ നിൽപ്പാൻ ദൈവം നമ്മൾ എല്ലാവരെയും മാറട്ടെ.